പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി തന്നെ. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ സിമ്പിളും. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ചവ്വരിയാണ് എടുത്തത്. അത് ആദ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. 1 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ചവ്വരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിരിക്കുന്ന ചവ്വരി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചവ്വരി നന്നായിട്ടൊന്ന് വേവിക്കണം. ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. വളരെ കുറച്ച് സമയത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളും. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്തിരിക്കുന്നത്. അഥവാ നിങ്ങൾ ചേർക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കി അരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരയും ചവ്വരിയും നല്ലപോലെ തന്നെ യോജിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്തുണ്ടാക്കണ മധുരപലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാകും. ആ ഒരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട്. നമുക്കിനി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നപാടന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാലിന് പകരം പാലാണ് നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം തിളപ്പിച്ചാട്ടിയ പാല് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞൊന്നും പോകാതെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂട് ആറി വരുമ്പോൾ അഥവാ നിങ്ങൾക്കിത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂടായിട്ടുള്ള വെള്ളമോ ചേർത്ത് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുറുകിയ രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.